Now gold is not enough. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിക്കാനുള്ളത് ഫിനാൻസ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ നോക്കാം ഫിനാൻസ് ഫംഗ്ഷൻ്റെ. അപ്പോൾ ഡെഫിനേഷൻ നോക്കുന്ന സമയത്ത് ഡെഫിനേഷൻ ഓഫ് ദ ടേം ഫിനാൻസ് ഫംഗ്ഷൻ ഇൻ റിലേഷൻ ടു ബിസിനസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 ബ്രോഡ് ഗ്രൂപ്പ്സ്. 3 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഡിഫൈൻസ് ഫിനാൻസ് ഫംഗ്ഷൻ ആസ് സിംപ്ലി ദ ടാസ്ക് ഓഫ് പ്രൊവൈഡിങ് ഫണ്ട്സ് നീഡഡ് ബൈ ദ എന്റർപ്രൈസ് ഓൺ സ്യൂട്ടബിൾ ടേംസ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് പറഞ്ഞില്ലേ, ആ പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് മാത്രമാണ് ഫിനാൻസ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ പറയുന്നത്. ഇതിൽ നമുക്ക് അക്കോർഡിംഗ് ടു FW പായിഷ് ദ മോഡേൺ money using economy finance may be defined as the provision of money at the time it is wanted. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഫിനാൻസ് ആവശ്യമുള്ളത് ആ സമയത്ത് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡെഫിനേഷനിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊക്യൂർമെന്റ് വ്യൂ എന്ന് പറയാം ഇതിന്. ഈ ഡെഫിനേഷനിൽ നമുക്ക് ആ പ്രൊക്യൂർമെന്റ് ആസ്പെക്ട് മാത്രമേ പറയുന്നുള്ളൂ. ഇത് മാത്രമല്ലല്ലോ നമുക്ക് ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊക്യൂർമെന്റ് മാത്രമല്ല വരുന്നത്, ഫണ്ട് സപ്ലൈ ചെയ്യാൻ മാത്രമല്ല വരുന്നത്, ഫിനാൻസിങ് ഡിസിഷൻസ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഇതൊക്കെ ഫിനാൻസ് ഫംഗ്ഷൻ തന്നെയാണ്. അപ്പം അതിനെ പറ്റിയൊന്നും ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ അപ്രോച്ചിനെ നമ്മൾ ഒരു നാരോ അപ്രോച്ച് ആയിട്ടാണ് എടുക്കുന്നത്. നാരോ സെൻസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് അപ്രോച്ചിൽ ഫിനാൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ, പ്രൊക്യൂർമെന്റ് മാത്രമേ ഉള്ളൂ, മണി പ്രൊവൈഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ സെക്കൻഡ് അപ്രോച്ച് നോക്കാം. As per the second approach, finance function is the management of cash and maintaining the liquidity of fund. അപ്പോൾ ക്യാഷ് മാനേജ്മെന്റും അതുപോലെ തന്നെ ഫണ്ടിന്റെ ലിക്വിഡിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് സെക്കൻഡ് അപ്രോച്ചിൽ. അതിലായിട്ട് പറയുന്ന ഡെഫിനേഷൻ ജോൺ എച്ച് ഹാംപ്ടൺ ക്യാൻ ബി പുട്ട് ഇൻ ദിസ് കാറ്റഗറി. അക്കോർഡിംഗ് ടു ഹിം the term finance can be defined as the management of the flow of money through an organization. ഒരു ഓർഗനൈസേഷനിലേക്ക് കൂടി പോകുന്ന മണി മാനേജ് ചെയ്യാം, വെദർ ഇറ്റ് വിൽ ബി എ കോർപ്പറേഷൻ, സ്കൂൾ, ബാങ്ക് ഓർ ഗവൺമെന്റ് ഏജൻസി. അപ്പോൾ ഏതായി കഴിഞ്ഞാലും അതിൽ ഫ്ലോ ചെയ്യുന്ന മണി നമ്മൾ എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാം. അതിനാണ് നമ്മൾ ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ നാരോ കോൺസെപ്റ്റ്. ഇതും നാരോ കോൺസെപ്റ്റ് ആണല്ലേ, നമ്മൾ എല്ലാ ഫംഗ്ഷൻസും ഇതിൽ പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് വെരി ഓഫൺ എൻഗേജ് വിത്ത് ദ ടാസ്ക് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഓൺലി. അപ്പോൾ അത് ഫ്ലോ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, അതിന്റെ മാനേജ്മെന്റ് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ അപ്രോച്ചിൽ. തേർഡ് അപ്രോച്ച് നോക്കുക. തേർഡ് അപ്രോച്ചിനാണ് നമ്മൾ മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് വ്യൂ ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് റിലേറ്റഡ് ടു ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് ആസ് വെൽ ആസ് ദർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. ഇപ്പോൾ പ്രൊക്യൂർമെന്റ് മാത്രം എന്നാണ് നമ്മളോട് ഫസ്റ്റ് അപ്രോച്ചിൽ പറഞ്ഞത്. ഇവിടെ പറഞ്ഞ പ്രൊക്യൂർമെന്റും അതിന്റെ അതേപോലെ തന്നെ എഫക്റ്റീവ് യൂട്ടിലൈസേഷനും വരുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഹോവാർഡ് ആൻഡ് അപ്ടൺ finance may be defined as the administrative area or set of administrative function in an organization. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ആണ് കുറച്ച് ഒരു ഓർഗനൈസേഷനിലുള്ള, വിച്ച് റിലേ വിത്ത് ദ അറേഞ്ച്മെന്റ് ഓഫ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. അപ്പോൾ ക്യാഷും ക്രെഡിറ്റും അറേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫങ്ഷൻസ്. So that the organization may have the means to carry on its operations as satisfactory as possible. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് എല്ലാം ബാക്കിയുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള ആവശ്യമുള്ള ക്യാഷും ക്രെഡിറ്റും അറേഞ്ച് ചെയ്യാം. ഇതൊക്കെയാണ് ഫിനാൻസിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ദിസ് ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് എൻ ഏരിയ ഓഫ് ഫിനാൻഷ്യൽ ഡെസിഷൻ മേക്കിംഗ് ഹാർമണൈസിങ് ഇൻഡിവിജ്വൽ മോട്ടീവ്സ് ആൻഡ് എന്റർപ്രൈസ് ഗോൾസ്. അപ്പോൾ എന്റർപ്രൈസിന്റെ ഗോൾസും ഇൻഡിവിജ്വൽ മോട്ടീവ്സും കൂടി ഹാർമണൈസ് ചെയ്ത് പോകുന്ന ഒരു ഫംഗ്ഷനാണ്. In this sense, it covers not only financial planning, financial forecasting, financial raising, but optimum use of fund as well as financial control also. ഇത് നമ്മൾ പ്രൊക്യൂർമെന്റ് മാത്രമല്ല പറയുന്നത്, പ്ലാനിങ്, ഫോർകാസ്റ്റിംഗ്, ഫിനാൻഷ്യൽ റേസിംഗ്, ഇത് മൂന്നും പ്രൊക്യൂർമെന്റിൽ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ആ കിട്ടിയ ഫണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒപ്റ്റിമം യൂസ് ഓഫ് ഫണ്ട് ആസ് വെൽ ആസ് ഫിനാൻഷ്യൽ കൺട്രോൾ ഓൾസോ. ഇത്രയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ തേർഡ് അപ്രോച്ച് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലാണ് പറയുന്നത്. നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫങ്ഷൻസ് നോക്കാം. ഇപ്പോൾ ഫിനാൻസ് ഫങ്ഷൻസിനെ നമ്മൾ മെയിൻലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫങ്ഷൻസും റുട്ടീൻ ഫിനാൻസ് ഫങ്ഷൻസും. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഫങ്ഷൻസിൽ വരുന്നതാണ് ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ഡെസിഷൻ, ഫിനാൻഷ്യൽ ഡെസിഷൻ, ഡിവിഡൻഡ് ഡെസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ ഡെസിഷൻ. ഈ 4 ഡിസിഷൻസ് ആണ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. റൂട്ടീൻ ഫിനാൻസ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ സൂപ്പർവൈഷൻ ഓഫ് ക്യാഷ് റിസീപ്റ്റ്സ് ആൻഡ് ഡിസ്പേഴ്സ്മെന്റ്. ക്യാഷ് റിസീപ്റ്റ്സും അതുപോലെ ക്യാഷ് പേയ്മെന്റ്സിനെ സൂപ്പർവൈസ് ചെയ്യാം. സേഫ് ഗാർഡിംഗ് ഓഫ് ക്യാഷ് ബാലൻസസ്, ക്യാഷ് ബാലൻസ് സേഫ് ഗാർഡ് ചെയ്യാം.
കസ്റ്റഡി ആൻഡ് സേഫ് ഗാർഡ് ഓഫ് വാല്യുബിൾ സെക്യൂരിറ്റീസ്. ക്യാഷ് ബാലൻസ് മാത്രമല്ല, നമ്മുടെ വാല്യുബിൾ സെക്യൂരിറ്റീസിനെയും കസ്റ്റഡിയും അതിനെ സേഫ് ഗാർഡ് ചെയ്യാം. നെക്സ്റ്റ്, റെക്കോർഡ് കീപ്പിംഗ് ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ ഫേം. അപ്പോൾ ആ ഫേമിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ പറ്റിയിട്ടുള്ള റെക്കോർഡ്സ്, അതിൻ്റെതായ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ്സ് ആയിട്ട് കീപ്പ് ചെയ്യാം. റിപ്പോർട്ടിംഗ് ദ ടോപ്പ് മാനേജ്മെൻറ്റ്, ഈ റെക്കോർഡ്സ് ഒക്കെ ടോപ്പ് മാനേജ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യാം. സൂപ്പർവിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് കറണ്ട് അസറ്റ്സ്, അതുകൂടാതെ ഫിക്സഡ് അസറ്റ്സിനെയും കറണ്ട് അസറ്റ്സിനെയും ഒക്കെ സൂപ്പർവൈസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിനാൻസ് ഫംഗ്ഷൻസ് വരുന്നത്. മെയിൻലി രണ്ടാണ്, എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫംഗ്ഷൻ ആൻഡ് റുട്ടീൻ ഫിനാൻസ് ഫംഗ്ഷൻ. ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലെ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ മാനേജറിയൽ ഫംഗ്ഷൻസ് എന്ന് കൂടെ പറയാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അല്ലേ. Investment decision is the most important executive function of financial management. It involves acceptance or rejection of long-term investment proposal. ഒന്നുകിൽ accept ചെയ്യുക അല്ലെങ്കിൽ reject ചെയ്യുക. അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലിന്റെ acceptance or rejection ആണ്. Estimating the capital requirements, deciding the capital structure and allocation of funds into profitable venture. അതുകൂടാതെ estimating capital requirement, എന്തൊക്കെയാ capital requirements estimate ചെയ്യാം. Deciding the capital structure decide ചെയ്യാം. And allocation of fund into profitable ventures, എന്നിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വെഞ്ചേഴ്സിലേക്ക് നമ്മൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, രണ്ടാമത്തെ ഫിനാൻസിങ് ഡിസിഷൻ ആണ്. The financial management sees that an adequate supply of cash is available at the proper time for the smooth flow of firm's activities. അപ്പോൾ ഫേമിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എപ്പോഴും ഒരു പ്രോപ്പർ സപ്ലൈ ഓഫ് ഫണ്ട് അവിടെ ഉണ്ടായിരിക്കണം, ക്യാഷ് അവൈലബിൾ ആയിരിക്കണം. ഫിനാൻസിങ് ഡിസിഷൻ refers to the decision regarding the procurement of fund and decision regarding appropriate amount and source of fund. ഇപ്പോൾ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫണ്ട് പ്രൊക്യൂർ ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ അപ്രോപ്രിയേറ്റ് ഏത് സോഴ്സസ് ആണെന്നുള്ള ഡിസിഷൻ എടുക്കാം. ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് അക്വയറിംഗ് ഒപ്റ്റിമം ഫിനാൻസ് അറ്റ് എ റീസണബിൾ റേറ്റ്. അപ്പോൾ ഏത് സോഴ്സ് എന്ന് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, എത്രയാണ് റീസണബിൾ റേറ്റ് എന്ന് നോക്കണം. ആൻഡ് സീയിങ് ദാറ്റ് ഫിക്സഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ആർ എഫക്റ്റീവ്ലി മാനേജ്ഡ്. അപ്പം അത് കൂടാതെ നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും അതേപോലെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യണം. ദ വൈറ്റൽ ആസ്പെക്ട് ഓഫ് ഫിനാൻസിങ് ഡിസിഷൻ ഇസ് ഡിറ്റർമിനേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഫിനാൻസിങ് ഡിസിഷനിൽ വരുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യാം. ഇതൊക്കെയാണ് ഫിനാൻസിങ് ഡിസിഷനിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്ന ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ടേക്കിംഗ് ഡിസിഷൻ റിഗാർഡിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. ഇപ്പം നെറ്റ് പ്രോഫിറ്റിനെ ഡിവിഡൻഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ളതിന്റെ ഡിസിഷൻ എടുക്കാം. The finance manager must decide whether the firm should distribute the entire profit as dividend or retain a portion of it for future purpose. അപ്പോൾ മുഴുവൻ എമൗണ്ട് നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റും ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ, അല്ല കുറച്ച് നമ്മൾ കീപ്പ് ചെയ്യണോ ഫ്യൂച്ചറിലേക്ക്, ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യണം. If the entire profit is distributed as dividend, the firm will be forced to depend on borrowed capital or such other sources to meet the future requirements. അപ്പോൾ നമ്മൾ മുഴുവൻ പ്രോഫിറ്റും ഡിവിഡൻഡായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ ആക്ടിവിറ്റീസിന് പൈസ ആവശ്യം വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബോറോ ചെയ്യേണ്ടി വരും അല്ലേ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. If the entire profit is retained in the business without paying dividend, it will be against the interest of shareholders. നമ്മൾ മുഴുവൻ എമൗണ്ട് നമ്മുടെ കയ്യിൽ വെക്കാൻ ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുവാണെങ്കിൽ അതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരും അല്ലെ. ഷെയർ ഹോൾഡേഴ്സ് പൈസ ഇട്ടിരിക്കുന്ന ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പം ആ ഒരു അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, therefore an equitable dividend payout ratio or retention ratio must be decided by financial manager. അതുകൊണ്ട് തന്നെ ഫിനാൻസ് മാനേജർ തീരുമാനിക്കണം എത്ര എമൗണ്ട് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്ര എമൗണ്ട് നമ്മൾ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യം. നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ കമ്മിറ്റ്മെന്റ് ഓഫ് ഫണ്ട് ടു കറന്റ് അസെറ്റ്സ് സച്ച് ആസ് ഇൻവെന്ററി, ബിൽസ് റിസീവബിൾ, ക്യാഷ് ബാലൻസ് എക്സെട്ര. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ക്യാപിറ്റൽ റിക്വയർമെന്റ് ആണ്. അതിൽ വരുന്നത് ഇൻവെന്ററി, സ്റ്റോക്കിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, ബിൽസ് റിസീവബിൾ, ക്യാഷ് ബാലൻസ് എക്സെട്ര. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഷോർട്ട് ടേം ഫിനാൻസ് ഫംഗ്ഷൻ. ഇത് നമ്മൾ ഷോർട്ട് ടേം ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് കൂടി പറയുന്നുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു ദ മാനേജ്മെന്റ് ഓഫ് കറന്റ് അസെറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്. ഇതിൽ കറന്റ് അസെറ്റ്സും കറന്റ് ലയബിലിറ്റീസും മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. An optimum balance of current assets and current liabilities must be maintained. ഒരു ഓർഗനൈസേഷനിൽ കറന്റ് അസറ്റ്സിനെയും കറന്റ് ലയബിലിറ്റീസിനെയും ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം.
ഇനി നെക്സ്റ്റ് റുട്ടീൻ ഫിനാൻസ് ഫങ്ഷൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒന്നുകൂടി പറയാം. ഫോളോയിങ് അതർ റുട്ടീൻ ഫിനാൻസ് ഫങ്ഷൻസ്. അത് ഡെയിലി വർക്കിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ക്ലറിക്കൽ ഫങ്ഷൻസ് പോലത്തതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ വരുന്നത് സൂപ്പർവിഷൻ ഓഫ് ക്യാഷ് റിസീപ്റ്റ്സ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ്സ്. നമ്മുടെ ക്യാഷ് റിസീവ്സും ഡിസ്പേഴ്സ്മെൻറ്റ്സും ഒക്കെ എത്ര ക്യാഷ് റിസീവ് ചെയ്യുന്നുണ്ട്, എത്ര ക്യാഷ് പോകുന്നുണ്ടെന്നൊക്കെ സൂപ്പർവൈസ് ചെയ്യാം. സേഫ് ഗാർഡിങ് ക്യാഷ് ബാലൻസിന് സേഫ് ഗാർഡ് ചെയ്യാം. കസ്റ്റഡി ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് വാല്യുബിൾ ഡോക്യുമെന്റ്സ് ലൈക്ക് സെക്യൂരിറ്റീസ് ആൻഡ് ഇൻഷുറൻസ് പോളിസി. ഇപ്പോൾ ക്യാഷ് മാത്രമല്ല നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്, ഇൻഷുറൻസ് പോളിസി ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ്, ഇതൊക്കെ നമ്മൾ കസ്റ്റഡിയിൽ വെക്കുകയും വേണം, നമ്മൾ സേഫ് ഗാർഡ് ചെയ്യാൻ വേണം. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഫേമിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് അത് റിപ്പോർട്ട് ചെയ്യാം ടോപ്പ് മാനേജ്മെന്റ്, റിപ്പോർട്ടിംഗ് ടു ദ ടോപ്പ് മാനേജ്മെന്റ്. സൂപ്പർവിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് കറണ്ട് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സിനെ കറണ്ട് അസറ്റ്സിനെ സൂപ്പർവൈസ് ചെയ്യാം. ഇത്രയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതുകൂടാതെ 2 ഐറ്റം കൂടി വരുന്നുണ്ട്. ക്യാഷ് മാനേജ്മെന്റ്, അവിടെയുള്ള ക്യാഷിന്റെ മാനേജ്മെന്റ്. ക്യാഷിന്റെ നമ്മൾ ഒന്നാമത്തെ പറഞ്ഞ ക്യാഷ് റിസീവ്സ് ആൻഡ് ഡിസ്പേഴ്സ്മെന്റ് സൂപ്പർവൈസ് ചെയ്യുക, അതുപോലെ തന്നെ ക്യാഷ് മാനേജ്മെന്റ് നടത്താം. അതുപോലെ ക്രെഡിറ്റ് മാനേജ്മെന്റ്, എന്തൊക്കെയാണ് ക്രെഡിറ്റ് വരുന്നത്, അതുപോലെ അതിന്റെ മാനേജ്മെന്റും കൂടി ചെയ്യാം. ഇത്രയാണ് നമ്മുടെ റൂട്ടീൻ ഫിനാൻസ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇൻസിഡന്റൽ ഫിനാൻസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ ആണ്. അതിൽ ഒന്നാമത്തെ പറയുന്ന എസ്റ്റിമേറ്റിംഗ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്. നമുക്ക് എത്ര ഫിനാൻസ് ആവശ്യമുണ്ടെന്ന് എസ്റ്റിമേറ്റ് ചെയ്യണം. The most important function of finance manager is to estimate short term and long term financial requirements. എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് ടേമും ചെയ്യണം, അതേപോലെ തന്നെ ലോങ് ടേം ഫിനാൻസും നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യണം. For this purpose, he has to prepare a financial plan. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. The amount required for acquiring fixed assets as well as working capital needs will have to be ascertained. അപ്പോൾ ലോങ് ടേമും ഷോർട്ട് ടേം വേണമെന്ന് പറഞ്ഞല്ലോ. ലോങ് ടേം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് എക്വയർ ചെയ്യാൻ വേണ്ടിയുള്ളത്, ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ രണ്ടിനും നമുക്കൊരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ഡിസൈഡിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. The capital structure refers to different types and proportion of securities for raising fund. നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ നമുക്ക് റേസ് ചെയ്യാം, പല ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്യാം, പല സോഴ്സസ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് ശരിക്കും ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഡിസൈഡിങ് about the quantum of funds required, the decision about the type of securities is to be issued and the proportion in which these securities should be used is to be made. ആദ്യം നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ എസ്റ്റിമേഷൻ കഴിഞ്ഞാൽ അടുത്ത നമ്മൾ തീരുമാനിക്കേണ്ടത് എവിടെ നിന്നൊക്കെ ഏതൊക്കെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫണ്ട് റേസ് ചെയ്യേണ്ടതെന്നാണ്. ഇതാണ് ഡിസൈഡിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ പറയുന്നത് സെലക്ടിങ് സോഴ്സ് ഓഫ് ഫിനാൻസ്. സോഴ്സ് ഓഫ് ഫിനാൻസ് നമ്മൾ സെലക്ട് ചെയ്യണം. After preparing a capital structure scheme, an appropriate source of finance is selected. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ് അവൈലബിൾ ആണ്. എക്സാമ്പിൾ ഷെയർ ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ്, ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, പബ്ലിക് ഡെപ്പോസിറ്റ്, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിംഗ്, ഫോർഫെയ്റ്റിംഗ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, ഇങ്ങനെയുള്ള പല സോഴ്സസ് ഓഫ് ഫിനാൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കൊണ്ടാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് സെലക്ടിങ് എ പാറ്റേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇനി ആ കിട്ടിയ എമൗണ്ട് നമ്മൾ പ്രിക്വയർ ചെയ്ത ക്യാപിറ്റൽ ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അതിന്റെ ഡിസിഷൻ ആണ്. ആഫ്റ്റർ എക്വയറിംഗ് നെസസറി ഫണ്ട്, ഡിസിഷൻ അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഓർ ഹൗ ടു യൂസ് ഫണ്ട്സ് ഈസ് ടു ബി മെയ്ഡ്. ഈ കിട്ടിയ ഫണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കണം. എ ഡിസിഷൻ അബൌട്ട് വാട്ട് അസറ്റ്സ് ആർ ടു ബി പർച്ചേസ് വിൽ ഹാവ് ടു ബി ടേക്കൺ. ഏത് തരം അല്ല എന്ത് അസറ്റ്സ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത് ആ ഡിസിഷൻ എടുക്കണം. The funds will have to be spent first on fixed assets and then an appropriate amount will be retained for working capital. ആദ്യം ഫിക്സഡ് അസറ്റ്സിന് വേണ്ടി കുറച്ച് എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം, ബാക്കി നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി സൂക്ഷിച്ചു വെക്കണം. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രോപ്പർ ക്യാഷ് മാനേജ്മെന്റ് ആണ്. ഫിനാൻസ് മാനേജർ ഹാസ് ടു അസസ് ദ വേരിയസ് ക്യാഷ് നീഡ്സ് അറ്റ് ഡിഫറെന്റ് ടൈംസ് ആൻഡ് മേക്ക് അറേഞ്ച്മെന്റ് ഫോർ അക്വയറിംഗ് ക്യാഷ്. ഇപ്പോൾ ക്യാഷ് നീഡ്സ് നമ്മൾ ഓരോ സമയത്ത് എന്തൊക്കെയാണ് ക്യാഷ് നീഡ്സ് ഉള്ളതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ക്യാഷ് എക്വയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് നടത്തിയിരിക്കണം. ദ ക്യാഷ് മാനേജ്മെന്റ് ഷുഡ് ബി സച്ച് ദാറ്റ് നൈദർ ദർ ഈസ് ഷോർട്ടേജ് ഓഫ് ഇറ്റ് or nor there is surplus. സർപ്ലസ് ഉണ്ടാവാൻ പാടില്ല, ഷോർട്ടേജ് ഉണ്ടാവാൻ പാടില്ല. ആഡിക്വേറ്റ് ആയിട്ടുള്ള ക്യാഷ് അവൈലബിൾ ആയിരിക്കണം. ആ രീതിയിലായിരിക്കണം നമ്മൾ ക്യാഷ് മാനേജ്മെന്റ് നടത്തേണ്ടത്.
Next, implementing financial control. An efficient system of financial management gives utmost importance to the use of various financial control devices. ഏതൊക്കെ financial control devices നോക്കാം. It includes return on investment, break-even analysis, budgetary control, ratio analysis, etc. to evaluate the performance of various financial policies. നമ്മൾ implement ചെയ്തിരിക്കുന്ന financial policies-ന്റെ performance evaluate ചെയ്യാൻ വേണ്ടിയിട്ട് പല ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യണം. അതിൽ കുറച്ചാണ് നമ്മളിപ്പം പറഞ്ഞത്. ഇതിൽ ത്രൂ ആണ് നമ്മൾ ഫിനാൻഷ്യൽ കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പ്രോപ്പർ യൂസ് ഓഫ് സർപ്ലസ് ഫണ്ട്. A judicious use of surplus fund is essential for expansion and for protecting the interest of shareholders. ഷെയർഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന സർപ്ലസ് ഫണ്ടിന്റെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കണം. ദ പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ഇസ് ദ ബെസ്റ്റ് പോളിസി ഫോർ എക്സ്പാൻഷൻ ആൻഡ് പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിനെ പിന്നെ നമ്മൾ ബിസിനസ്സിൽ തന്നെ യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും ബെസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. ബട്ട് എ ബാലൻസ് ഹാസ് ടു ബി കെപ്റ്റ് ഫോർ പേയിങ് ഡിവിഡൻഡ് ആൻഡ് ഫോർ പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചിരിക്കണം. ഇതാണ് പ്രോപ്പർ യൂസ് ഓഫ് സർപ്ലസ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഫിനാൻസ് ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ ഫിനാൻസ് ഫങ്ഷൻസിൽ നമ്മൾ ആദ്യം എന്താണ് ഫിനാൻസ് ഫങ്ഷൻ, അതിൻ്റെ 3 അപ്രോച്ചസ് പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫങ്ഷൻ ആൻഡ് റുട്ടീൻ ഫിനാൻസ് ഫങ്ഷൻ. അത് രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് സ്കോപ്പ് ഓഫ് ഫിനാൻസ് ഫങ്ഷൻ ആണ്. എന്നുവെച്ചാൽ ഫിനാൻസ് ഫങ്ഷനിൽ വരുന്ന കുറേ ആക്ടിവിറ്റീസ്, അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്. അതിൽ നമ്മൾ പഠിച്ചത് എസ്റ്റിമേറ്റിംഗ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്, ഡിസൈഡിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ, സെലക്ടിങ് സോഴ്സ് ഓഫ് ഫിനാൻസ്, സെലക്ടിങ് പാറ്റേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, പ്രോപ്പർ ക്യാഷ് മാനേജ്മെന്റ്, ഇംപ്ലിമെന്റിംഗ് ഫിനാൻഷ്യൽ കൺട്രോൾ, പ്രോപ്പർ യൂസ് ഓഫ് സർപ്ലസ് ഫണ്ട്. നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് ആലോചിച്ചാൽ മതി. ആദ്യം നമ്മൾ എന്തൊക്കെ ആവശ്യമുള്ള ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് എസ്റ്റിമേറ്റ് ചെയ്യണം. എന്നിട്ട് ഏതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കണം. അതിനുശേഷം നമ്മൾ എവിടുന്ന് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം തീരുമാനിക്കണം. പിന്നെ അതിനെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെ മാനേജ് ചെയ്യണം. ആ രീതിയിൽ നോക്കിയാൽ മതി. അപ്പോൾ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് കിട്ടും സ്കോപ്പ് പറയുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യാം. ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.